ചേച്ചിനോട് ആർക്കോ ക്രഷാന്ന് കേട്ടല്ലോ. ക്രഷോ? ആവശ്യത്തിന് ഭംഗിയുണ്ട്, എന്നാൽ എനിക്ക് അവരെ ഇഷ്ടമാണ്. മലയാളക്കരെ മുഴുവൻ ഫാൻസ് ആക്കി മാറ്റി നമ്മുടെ സ്വന്തം മേധാ മെഹറാണ്. പാടേണ്ട സമയത്ത് അവര് ഓടക്കുഴൽ വായിക്കുന്നു. എൻകിட்ட ഉനക്ക് കോപം இருக்கா? ഇല്ലട കണ്ണേ. ഇനി ബാക്കിയുടമ്പും ചെയ്യ വേണ്ടും ബാക്കിയുമേ. ഒരു പാട്ട് പാട്. മോഹം കൊണ്ടു ഞാൻ. ചേച്ചി എങ്ങനെ പാടാനാ? മോഹം കൊണ്ടു ഞാൻ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എനിക്ക് ഗേൾസിനെ ഇഷ്ടം. എന്താ ബോയ്സിനെ ഇഷ്ടമല്ലാത്ത? ബോയ്സ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല? എനിക്ക് ഇഷ്ടമില്ല. അല്ലേ, ബോയ്സ് പാവങ്ങളല്ലേ? എന്താ ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പം? ബോയ്സിനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് എന്തൊരു കുഴപ്പം? എനിക്കൊരു കുഴപ്പം. ചേച്ചിക്ക് ബോയ്സ് ഫ്രണ്ട്സ് ഉണ്ടോ? എത്ര പേരുണ്ട്? 10? ഒരു 10 പേരോ? പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇങ്ങനെയാണോ കരയുന്നേ? കരയുന്നു. അഭിനയം. ഓ, അഭിനയം. അതെ, ഇനിയിപ്പോ ഹിന്ദിയിലൊക്കെ പോവണ്ടേ റിയാലിറ്റി ഷോയ്ക്ക്? എന്തേനി എങ്ങനെ ഇരിക്കണം? അധികം വച്ച് മനസ്സ് അടക്കി വെക്കലാമാ ഏ മാമാ. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു കുഞ്ഞ് അതിഥിയാണ്. ഭയങ്കര കുസൃതി ചിരികളും ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടി നമ്മുടെ മലയാളക്കരെ മുഴുവൻ ഫാൻസ് ആക്കി മാറ്റി നമ്മുടെ സ്വന്തം മേധാ മെഹറാണ്. മേധക്കുട്ടിയാണ്. മേധക്കുട്ടി, ഹായ്. ഹായ്. എന്താണ് സുന്ദരി കുട്ടിയായിട്ട് വന്നിരിപ്പുണ്ടല്ലോ. ചേച്ചി സുന്ദരി. താങ്ക് യു. ഈ ഡ്രസ് അല്ലേ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ ഇട്ടത്? ലാസ്റ്റ് എപ്പിസോഡില്ല, അതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് തൊട്ട് മുന്നേ തൊട്ട് മുമ്പിലത്തെ എപ്പിസോഡിൽ അല്ലേ? ലാസ്റ്റ് എപ്പിസോഡ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ്. ലാസ്റ്റ് എപ്പിസോഡിന്റെ ലാസ്റ്റ്. ഇത് ആരാ ഈ ഡ്രസ് വാങ്ങിച്ചെന്നേ? അത് സൂപ്പർ സിംഗറിന് കിട്ടിയതാ. സൂപ്പർ സിംഗറിന് കിട്ടിയാണോ? ആ ഡ്രസ് അവിടെ വാങ്ങിക്കണ്ട. അവിടുന്ന് തരുവോ? അവിടുന്ന് തരും. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഞാൻ കാണുമ്പോഴൊക്കെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു. മുടി എപ്പോ വെട്ടി? അതൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് വെട്ടിയതാ. ഇഷ്ടമല്ലായിരുന്നു വെട്ടാൻ? അച്ഛൻ വെട്ടിക്കളിയും. ആണോ? ഞാൻ ഇനി വെട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ കള്ളത്തരാണോ എന്ന് ആർക്കറിയാം. ആണോ? മുടി വളർത്തുന്നതാണോ മേധക്കുട്ടിക്ക് ഇഷ്ടം? ഈ പല്ല് എവിടെ പോയി? ഇത് രണ്ടോ പറഞ്ഞു. ആരാ പല്ല് പറിച്ചേ? ഡോക്ടറിന്റെ അടുത്ത് പോയാണോ പല്ല് പറിച്ചേ? ഇത് പറയുന്നില്ല. നമ്മൾ സാധാരണ ഇങ്ങനെ വലിച്ച തന്നെ പല്ല് വരുമല്ലോ, അങ്ങനെ നോക്കിയില്ലേ? ഡോക്ടറെ അടുത്ത് പോയി പറിച്ച. എനിക്ക് പറയുന്നില്ല. ആണോ? പല്ല് പറിച്ചപ്പോ വേദന? ഇഞ്ചക്ഷൻ ഒക്കെ ഇട്ടു. ആണോ? ഇവിടെ ഇപ്പൊ എത്രല്ല മേധക്കുട്ടി പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? സെന്റ് അഗസ്റ്റിൻ UP സ്കൂൾ തൈക്കൂടം. അപ്പൊ ഈ സ്കൂളിൽ പോകുമ്പോഴേ പല ദിവസങ്ങളും പോവാതിരിക്കുമ്പോ ടീച്ചർമാരൊക്കെ വഴക്ക് പറയത്തില്ലേ? ഇല്ല. അതെന്താ? എനിക്ക് പ്രോഗ്രാമിലൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ അറ്റൻഡൻസ് വേണ്ടേ പരീക്ഷയൊക്കെ എഴുതാൻ? അതില്ല, ആബ്സെന്റ് ഇടുവോ? ഈ മേധക്കുട്ടി സ്കൂളിലെ സ്റ്റാർ ആണോ? എല്ലാരും പറയാറൊക്കെ ഉണ്ടോ? ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട് നമ്മൾ മേധക്കുട്ടിയുടെ പരിപാടിയെ കാണാറുണ്ട്, പാട്ടൊക്കെ കേൾക്കാറുണ്ട്, കൊള്ളാന്നൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. പിന്നെ പറയാറില്ല. ഒരു ദിവസം പറഞ്ഞു, പിന്നെ 2 ദിവസം പറഞ്ഞു, പിന്നെ ഡെയിലി എങ്ങനെ പറയുന്നു? ഡെയിലി ഒന്നും പറയാറില്ല അല്ലേ? സ്കൂളിൽ ഇങ്ങനെ ഓരോ സമ്മാനങ്ങളൊക്കെ തന്നിട്ടുണ്ടോ വിളിച്ച്? അങ്ങനെ തന്നിട്ടില്ല. അത് ഏതെങ്കിലും പ്രോജക്റ്റിലൊക്കെ വിന്നറായ തരും. പക്ഷെ അങ്ങനത്തെ മത്സരമുള്ള ദിവസമൊക്കെ ഞാൻ ലീവ്. ആ സമയത്ത് നമ്മൾ വേറെ പരിപാടിക്ക് ഞാൻ നല്ലോണം കുക്കിംഗ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട് സ്കൂളില്. എന്തൊക്കെ കുക്കിംഗ് അറിയാം? ഐസ്ക്രീം ഉണ്ടാക്കാൻ അറിയാം. ഐസ്ക്രീം ഉണ്ടാക്കാൻ അറിയാവോ? നോക്കട്ടെ. കോണല്ല, സ്കൂപ്പ്. എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതൊക്കെ പറയാം. അത് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് സാധാരണതാ. ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നോ ചേച്ചിക്ക്? അത് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത്. കൊക്കോ പൗഡർ. നോക്കട്ടെ. ഫസ്റ്റ് നമുക്ക് ഏതെങ്കിലും വാട്ടർമെലൺ ഐസ്ക്രീം ആണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. വാട്ടർമെലൺ ഐസ്ക്രീം. അപ്പോൾ വാട്ടർമെലൺ മാത്രം ചെത്തിയിട്ട് നമ്മൾ അത് എല്ലാം കൂടി കുഴച്ച് കഷ്ണമാക്കണം. ആ പീസൊക്കെ ഒരു ജാറിലിട്ട് അരയ്ക്കണം. അതെടുത്തിട്ട് നമ്മൾ ഒരു ബൗളിൽ ഫുള്ളായിട്ട് ഒഴിക്കണം. അതെടുത്ത് അങ്ങനെ മൂടി വെച്ച് ഫ്രീസറിൽ കൊണ്ടാക്കണം. ഒരു 2 hours 3 hours ഫ്രീസിൽ വെച്ച് ഫ്രീസായിട്ട് അത് എടുക്കണം. അത് കഴിച്ചാൽ സ്കൂപ്പ് ഐസ്ക്രീം ആവും. അങ്ങനെ നമുക്ക് ഏത് ഇത് വേണമെങ്കിലും എടുക്കാം. അതിൽ വേണമെങ്കിൽ ഷുഗർ എടുക്കാം. പാലൊന്നും ഒഴിക്കണ്ടേ? അപ്പം അത് നമ്മളെ
ക്യാൻഡിയിൽ. ഇതൊന്നും വേണ്ടല്ലേ, ഇത് നോർമൽ ഐസ്ക്രീം. ഓക്കെ, നമ്മൾ കുറേ സംസാരിച്ചു. ഇനി എനിക്കൊരു പാട്ട് പാടിത്തരാവോ? ആ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? തമിഴാണോ മലയാളമാണോ? തമിഴ് എനിക്ക് അറിയില്ല, ഞാൻ തമിഴ് തന്നെ പഠിക്കണം. തമിഴ് പാടും. കമ്പജങ്ക വിഴந்த மாதிரியே കണ്ണുകൊള്ള നുഴഞ്ചു ഒരു തരേ കൊടിയിട്ട് കുതിച്ച മല്ലികയെ ഒരു മൊഴി സിരിച്ച് പേസരേ വായമല വായ വച്ച് വാർത്തകള് ഓറഞ്ച് പൊട്ട വിരല് വച്ച് കഴുത്തിലെ കൊളുത്തിയ വെപ്പമിനും പോസണ് അടിയും പോലെ സെവപ്പ് ഇല്ല കണക്കാൽ കൂടെ കറുപ്പ് ഇല്ല നീ തേഞ്ചും ഇടം தித்திக்குமே இனி பாக்கியுடம்பும் செய்ய வேண்டும் பாக்கியுமே குறுக்கு சிரித்தவளே என்ன குங்குமத்து கரைச்சவளே நெஞ்சில் மஞ்சள் தேய்ச்சி குளிக்கையில் என்ன கொஞ்சம் பூசு தாயே உன் கொலுசுக்கு மணியாக என்ன கொஞ்சம் மாத்து தாயே. അടിപൊളിയായിട്ട് പാടിയല്ലോ. അല്ല, ഞാൻ ഇപ്പൊ നോക്കുമ്പോഴേ ഒന്നും കൂടി ബാക്കി കൂടി ഉണ്ട്. ബാക്കിയും പാടണം. ബാക്കിയും പഠിക്കും. ஒரு கண்ணில் நீர்க்கசியோ உதட்டு வழியுசர்க்கசியோ உன்னால சில முறை இருக்கவும் சில முறை பெருக்கவும் ஆனது அடாத்தோட விழுந்த இல அந்த ஆத்தோட பூவது பூ நெஞ்சு உன்னோடு தான் பின்னோடுதே அடக்காலம் மறந்து காற்று மனமும் போக்கிறதே. കഴിഞ്ഞ നന്നായിട്ട് പാടിയല്ലോ. അതെ, ഇപ്പൊ മലയാളമൊക്കെ വിട്ടിട്ട് അങ്ങ് തമിഴിലേക്ക് പോയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. ഇപ്പൊ എല്ലാ പരിപാടികളും ചെന്നൈയിലാണെന്ന്. വിജയ് സൂപ്പർ സിംഗറില്. എന്നിട്ട് അവിടെ പോയിട്ട് തമിഴൊക്കെ പഠിച്ചോ? അവിടെ ഉള്ളവരോടൊക്കെ തമിഴിലാണ് സംസാരിക്കുന്നത്. ഇതെങ്ങനെ പഠിച്ചു? ഇതിനു വേണ്ടി മാത്രം പഠിച്ചാണോ തമിഴ്? ആരാ പഠിപ്പിച്ച തമിഴ്? ഒരു ചേച്ചി പഠിപ്പിച്ചാണ്. ആണോ? എന്തൊക്കെ പഠിച്ചു തമിഴ്? തമിഴിൽ കുറെ വേർഡ്സ് പഠിച്ചു, കുറെ എല്ലാം പഠിച്ചു. ആണോ? എന്നാ എന്നെ 1-2 വേർഡ്സ് പഠിപ്പിക്കാവോ? ചേച്ചി എന്തെങ്കിലും എന്നോട് മലയാളത്തിൽ പറയാതെ ഞാൻ തമിഴിൽ പറയാം. നീ എന്തെടുക്കുവാ? നീ എന്നാ പண்ற? ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? இன்னைக்கு காலையில என்ன சாப்பிட்ட? എന്നോട് നിനക്ക് ഇഷ്ടമുണ്ടോ? என்கிட்ட உனக்கு அன்பு இருக்கா? എന്നോട് ദേഷ്യമുണ്ടോ? என்கிட்ட உனக்கு கோபம் இருக்கா? അതെങ്ങനെ ഇച്ചിരൂടെ കാര്യമായിട്ട് ചോദിക്കുക. എங்கிட்ட ഉനക്ക് കോപം ഇരിക്കാ അല്ലേ? അങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് സിനിമ ഡയലോഗ് പോലെ ചോദിക്കണ്ടേ? സ്ലാങ്. എங்கிட்ட ഉനക്ക് കോപം ഇരിക്കാ? உன்கிட்ட எனக்கு கோபம் இருக்கா? ഉங்கிட்ட അല്ല, എங்கிட்ட. என்கிட்ட உனக்கு கோபம் இருக்கா? ഇല്ലട കണ്ണേ. എന്നിട്ടേ അവിടെ പോയിട്ട് ഈ തമിഴൊക്കെ പറയുമ്പോൾ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ. അങ്ങനെ എല്ലാം മനസ്സിലാവും. എല്ലാം മനസ്സിലാവോ? എന്താ മനസ്സിലാവാത്തെ? ചേട്ടാ, എന്നാ എന്നോട് കുറച്ച് നേരം തമിഴ് സംസാരിച്ചേ. എനിക്ക് മനസ്സിലാവുന്നു നോക്കട്ടെ. சாப்பிட்டீங்களா? சாப்பிட்டாச்சு. ഇതിപ്പോ ആരുടെ ഇന്റർവ്യൂ ആണ് ഇവിടെ നടക്കുന്നത്? காலையில என்ன சாப்பிட்டா நீங்க? കാലയിലെ காலையில நான் வந்து பாலும் பிஸ்கட் சாப்பிட்டாச்சு. சரியா சொல்லு. சரியா தானே? சாப்பிட்டேன். நைட்டு ராத்திரி எத்தனை மணிக்கு தூங்குவேன்? நான் நைட்டு 12 மணிக்கு தூங்குவேன். நேத்து நைட்டு நான் வந்து காலையில நைட்டு 11 o'clock தூங்கிட்டாச்சு. தூங்கியாச்சு. ஆமா 11 o'clock. ஆமா. நான் எல்லாம் 8 மணிக்கு படுக்குவேன். 8 മണിക്ക് കിടക്കും. രാവിലെ 1 മണിക്ക് ഉറങ്ങും. 8 മണിക്ക് കിടന്നിട്ട് 1 മണിക്കാണ് ഉറങ്ങുന്നേ. അപ്പൊ അത്ര നേരം എന്തെടുക്കും? പ്രേതത്തിനെ പേടിച്ചിരിക്കും. അപ്പൊ ഒറ്റയ്ക്ക് ഒരു റൂമിലാണോ ഉറങ്ങുന്നേ? അച്ഛനമ്മയും ഇങ്ങോട്ട് നോക്കി. ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്നിട്ടുണ്ടാവും. അച്ഛനമ്മയും അച്ഛൻ ഇങ്ങനെ, അമ്മ ഇങ്ങനെ.
അച്ഛൻ്റെ അമ്മയുടെ നടുക്കാണ് കിടന്ന് ഉറങ്ങുന്നത്? ആ ഏ ആ അപ്പൊ അവരെ ഉറക്കത്തില്ല നൃത്തം, അതോ അവര് കിടന്ന് ഉറങ്ങുമോ? അപ്പൊ ഈ 1 മണി വരെ എന്തോ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നേ? ഞാനിങ്ങനെ പ്രേതം ഇവിടെ വരുവോ, രാക്ഷസി ഇവിടെ വരുവോ എന്നൊക്കെ അതിന് പ്രേതമൊക്കെ ഉണ്ടോ ഇപ്പം? ഇല്ല, പക്ഷെ രാത്രി എനിക്ക് പേടിയാണ്. എനിക്ക് പേടിയേ ഇല്ല, പക്ഷെ അങ്ങനത്തെ സ്വപ്നം കാണും. ആണോ? എന്ത് ഞാൻ രാവിലെ നേരത്തെ ഉറങ്ങും, പക്ഷെ സ്വപ്നം കണ്ട് വേഗം എണീക്കും. ആണോ? ആ, പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല, സ്വപ്നം കണ്ട് വേഗം എണീക്കും. സ്വപ്നത്തിൽ പേടിയാണ്. അപ്പൊ ഈ ഏതൊക്കെ പ്രേത സിനിമയാ കണ്ടിട്ടുള്ളേ? മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ്. ഇല്ല മാന്ത്രികൻ. മാന്ത്രികൻ എന്നാ മണിച്ചിത്രത്താഴ് ഡയലോഗ് എന്ന് പറയും? വിടമാട്ടെ. ഇപ്പൊ തമിഴൊക്കെ അറിയാലോ. അയ്യോ വേണ്ട. പ്ലീസ് ഒന്ന് കാണിച്ചു തരുമോ? കറുത്തമ്മയുടെ ഒക്കെ എല്ലാരും കാണിച്ചിട്ടുള്ളല്ലേ. ഇനിയിപ്പൊ നമുക്ക് മറ്റേ വിടമാട്ടെ മീനപ്പ എങ്കിലും പോക വിടമാട്ടെ അത് പറ. തമിഴ് അറിയാലോ. എനിക്ക് വേണ്ടി മാത്രം. സീക്രട്ട് ആയിട്ട് വേണമെങ്കിൽ പറയാം. അല്ല അല്ലാതെ കാണിക്കുക. അയ്യോ കുട്ടിയുടെ ആക്ടിങ് സ്കിൽസ് എല്ലാരും കാണട്ടെ. ഇങ്ങനെയാണോ കരയുന്നേ? കരയുന്നു. അഭിനയം. ഓ അഭിനയം. ഒന്ന് കരഞ്ഞേ. നമുക്ക് ഒരു പാട്ടൂടെ പാടിത്തരുമോ? പല്ലവി മാത്രം. പല്ലവി മാത്രം മതി. അധികം വച്ച് മനസ്സ് ഇല്ല, അധികം വച്ച് മനസ്സ് അടക്കി വെക്കലാമാ ഏ മാമാ, ആളമായക്ക് പുട്ട് അഴക് ഒളിച്ച് വെക്കലാമാ ഏ മാമാ, புது ரோசான என்னோடு என் ரோசுவே வந்தோடு என் செல்ல குட்டி ஆசை அதிகம் வச்சு மனசை அடக்கி வைக்கலாமா ஏ மாமா, ஆழமாயக்கி புட்டு அழகு ஒளிச்சு வைக்கலாமா ഏ മാമാ. അടിപൊളി. അതെ, മേതക്കുട്ടിക്ക് ഒരു അനിയത്തി അനിയനൊക്കെ വേണമെന്നുണ്ടോ? അനിയത്തി വേണം. അനിയത്തി വേണം. അനിയത്തി വേണോ? അനിയത്തി എന്താ അനിയന് ഇഷ്ടല്ലേ? എനിക്ക് അനിയത്തി ഇഷ്ടം. അനിയത്തിയാണോ ഇഷ്ടം? മുമ്പേ മേതക്കുട്ടി പറയുന്നത് കേട്ടല്ലോ, പപ്പ അച്ഛനും അമ്മയ്ക്കും എന്തുവാ ആമ്പിള്ളേർ വേണമെന്നായിരുന്നു, ബോയ് വേണമെന്നായിരുന്നു. ആ, അമ്മയ്ക്ക് അതും ഇഷ്ടം, പക്ഷെ എനിക്ക് അനിയത്തിയാ ഇഷ്ടം. എനിക്ക് ഗേൾസിനെ ഇഷ്ടം. എന്താ ബോയ്സിനെ ഇഷ്ടമല്ലാത്ത? ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല? എനിക്ക് ബോയ് ഫ്രണ്ട് ഒരു ബോയ് ഫ്രണ്ട് എനിക്ക് ഇഷ്ടമില്ല. അല്ലേ, ബോയ്സ് പാവങ്ങളല്ലേ? ഇല്ല, പാവങ്ങളല്ല. എന്താ ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു കുഴപ്പം? ബോയ്സിനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് എന്തൊരു കുഴപ്പം? എന്താ? എനിക്കൊരു കുഴപ്പമില്ല. ചേച്ചിക്ക് ബോയ്സ് ഫ്രണ്ട്സ് ഉണ്ടോ? പിന്നെ ഉണ്ടോ? എത്ര പേരുണ്ട്? കുറേ പേരുണ്ട്. എത്ര പേരുണ്ട്? ഈ എണ്ണ ഒന്നും പറ്റില്ല, കുറേ ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. എന്നൊരു 10 കോടി ഉണ്ടോ? 10 കോടിയോ? 10 കോടിയൊന്നും ഇല്ല. എന്നൊരു 200 കോടി. 200 കോടിയുടെ കണക്കൊന്നും പറയാറ്, കുറച്ച് ചെറിയ കണക്ക്. 60? 60ഓ? അത്രയൊന്നുമില്ല. 20? അത്രയില്ല. 10? ഒരു 10 പേരുമാണ്. 10 ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം മേതക്കുട്ടിക്ക് ഒരു 2-3 ബോയ് ഫ്രണ്ട്സ് എങ്കിലും വേണ്ടേ? എനിക്ക് ഒരു ബോയ് ഫ്രണ്ട്സും വേണ്ട. എന്നാ വേണ്ട. നമ്മൾ ബോയ് ഫ്രണ്ട്സിനെ ബഹിഷ്കരിച്ചു. ഓക്കെ പോരെ? ഡീലല്ലേ? ഓക്കെ, കറക്റ്റ്. പോയിരുന്നു അവിടെ. ഇപ്പൊ എന്നെ മറ്റേ കൊന്നേനല്ലോ. അതെ, ചിത്രാമ്മയെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലായിരുന്നോ ടോപ്പ് സിംഗറിലൊക്കെ ഉള്ള സമയത്ത്? എന്നിട്ട് ഇപ്പൊ ചിത്രാമ്മയെ കണ്ടില്ലേ? ആ, കണ്ടു. ചേച്ചി ചേച്ചിക്ക് ഇപ്പൊ 1 മണിക്കൂറിൽ ഒരു പാട്ട് പഠിക്കാൻ പറ്റും? എനിക്കോ? പഠിക്കാൻ പറ്റുമോന്നോ? എനിക്ക് പഠിക്കാൻ പറ്റും. 1 മണിക്കൂറിൽ ഒരു ഫുൾ പാട്ട് ചേച്ചിക്ക് പഠിക്കാൻ പറ്റും? പറ്റും. ഒരു പാട്ട് പാട് പ്ലീസ്. പാട്ട് പഠിക്കാൻ പറ്റൂലേ? അപ്പൊ പാട്ട് പാടണ്ടേ? പാട്. പനിയാണോ? എന്നാ ശരി, പാട്. ഏത് പാട്ടാ പാടണ്ടേ? ഏതെങ്കിലും. അങ്ങനെയൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ടൊന്നും ഓർമ്മ വരത്തില്ല. കുരുക്ക് സിരിതവളെ. അയ്യോ, എനിക്ക് തമിഴ് പാട്ടിന്റെ ലിറിക്സ് ഒന്നും അറിയത്തില്ല. മലയാളം പാട്ട് ലിറിക്സ് അറിയത്തില്ല. അപ്പൊ പാട്.
എനിക്ക് പറഞ്ഞു തന്നെ ലിറിക്സ്, അപ്പം ഞാൻ പാടാം. കുറുക്ക് സിറുത്തവളെ എന്നെ കുങ്കുമത്ത് കരച്ചവളെ. എന്നെ കുങ്കുമത്തെ കരച്ചവളെ. കരച്ചവളെ. കുറുക്ക് സിറുത്തവളെ എന്നെ കുങ്കുമത്തെ കരച്ചവളെ. നെഞ്ചിൽ മഞ്ച തേച്ച് കൂലിക്കയിൽ എന്നെ കൊഞ്ചും. നെഞ്ചിൽ മഞ്ച തേച്ച് കൂലിക്കയിൽ എന്നെ നെഞ്ചിൽ മഞ്ചത്തേക്ക് കുളിക്കയിൽ പാട്. എന്നെ ഉൻ കൊലുസുക്ക് മണിയതായ എന്നെ കൊഞ്ചം മാറ്റും. തായേ. മലയാളം എല്ലാം പറയും, തമിഴ് അറിയാൻ പാടില്ല. മോഹം കൊണ്ട് ഞാൻ പാട്. അവിടെ ഇരിക്കും. എന്നാ പാട് പാട്. ശരിക്കും പാടണം. ശരിക്കും പാടും. ലിറിക്സോടെ പാടും, ട്യൂണോടെ പാടും. എല്ലാരും എന്നോട് ക്ഷമിക്കുക, ഇതിന്റെ സംഗീതം ചെയ്തവരും എല്ലാരും ക്ഷമിക്കുക. പാടണം. മോഹം കൊണ്ടു ഞാൻ ദൂരെ ചേച്ചി ഇങ്ങനെ പാടാനാ. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഇങ്ങനെ ടെമ്പോ മാറ്റില്ല. ഈ ടെമ്പോയിൽ പാട്. അതൊന്നും എനിക്ക് അറിയില്ല. എന്നാ ശരി പാട്. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഇടം പൂത്ത നാൾ മധു തേടിപ്പോയി ദൂരെ നീളെ താഴെ നീളെ താഴെ നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. കളി. നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ ഈശ്വര, നന്നായിട്ട് പാടിട്ടോ. ട്യൂണൊക്കെ കറക്റ്റാ. നോട്ട്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലിറിക്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, അറിഞ്ഞൂടാ. അല്ലെങ്കിൽ നോർമലി അല്ല, നമ്മൾ നോർമലി ഇങ്ങനെയൊക്കെയല്ലേ പാടുന്നേ, ലിറിക്സ് ഒക്കെ തെറ്റിച്ചല്ലേ പാടുന്നേ. നോർമലി ലിറിക്സ് ആരും തെറ്റിച്ച് പാടില്ല. പഠിച്ചാലും പഠിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ ലിറിക്സ് ചിലതൊക്കെ കറക്റ്റ് ആയിട്ട് പാടിയേ? ഇതൊക്കെ കേട്ടുള്ള ഓർമ്മയില്ലേ പാട്ടിന്റെ? സിനിമ പാട്ടൊക്കെ നമ്മള് ടി വി വരുമ്പോ ഒരു പ്രാവശ്യം കേട്ടോ ഓർമ്മ വരുന്നൊരു. എന്നാ എനിക്കൊരു പാട്ട് പാടി തന്നെ. ഞാന് 2 പാട്ട് പാടി തന്നു. ഒരു പാട്ടൂടെ, മറ്റേ ഈ പാട്ട് പാടിത്തരാവോ? ഇത് പുഴയോരത്തെ. എനിക്ക് ആ പാട്ടേ ഓർമ്മയില്ല. എന്നാ വേറെ ഇഷ്ടമുള്ളൊരു പാട്ട് പാട്. എന്നാ നല്ലൊരു മലയാളം എന്നാ ചേച്ചി ഇപ്പൊ പാടിയ പാട്ട് മതിയോ? അത് ഞാനിപ്പോ പാടിയില്ലേ. അപ്പൊ എനിക്ക് വേറെ പാട്ടൊന്നും അറിയില്ല. എന്നാ ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. ഇല്ല, മോഹം കൊണ്ട് ഞാൻ പാടിക്കും. മോഹം കൊണ്ടു ഞാൻ ദൂരേതോയിണം പൂത്ത നാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോയിണം പൂത്ത നാൾ മധു തേടിപ്പോയി. ഓ, അടിപൊളി അടിപൊളി. അതെ, ഇനിയിപ്പോ ഹിന്ദിയിലൊക്കെ പോവണ്ടേ റിയാലിറ്റി ഷോയ്ക്ക്? എന്തേനി അവിടെ നിന്ന് റിയാലിറ്റി ഷോയ്ക്ക് പോയിട്ട് അവിടെ പോയി പ്രൈസ് ഒക്കെ വാങ്ങിക്കണ്ടേ? പ്രൈസ് വാങ്ങിക്കണം. ഹിന്ദിയൊക്കെ പഠിക്കാൻ കുറെ കഷ്ടമാണ്. കഷ്ടപ്പെട്ടാലല്ലേ പഠിക്കാൻ പറ്റും. ഇപ്പൊ തമിഴ് ഈസി ആയിട്ട് പഠിച്ചില്ല, അതേപോലെ ഈസി ആയിട്ട് ഹിന്ദിയും പഠിക്കാൻ പറ്റും. ഈസി ആയിട്ട് ഹിന്ദി പഠിക്കാൻ പറ്റൂലോ. ആ ഹിന്ദി വേർഡ്സ് എന്തെങ്കിലും അറിയാവോ? ഒന്നും അറിയാൻ പാടില്ലേ? അപ്പൊ പഠിക്കണ്ടേ? അതെ, ഇനി എന്നാ സ്കൂളിൽ പോന്നേ? കേക്കട്ടെ. സ്കൂളിൽ പോവാൻ താല്പര്യം ഇല്ലെന്ന് തോന്നല്ലോ. അതെ, ഇങ്ങോട്ട് നോക്കി. ആ മുഖമൊന്ന് കാണിച്ച്. ആ വെടമുള്ള പല്ലൊന്ന് കാണിച്ച്. അതെ, സ്കൂളിൽ പോവാൻ താല്പര്യം ഇല്ലേ? അപ്പൊ എന്തിനാ താല്പര്യം? വലുതാകുമ്പോ ആരാവാൻ ആഗ്രഹം? വലുതാകുമ്പോ പാട്ടുകാരിയാവാൻ തന്നെ ആഗ്രഹം. ഒരു പ്ലേ ബാക്ക് സിംഗർ ആവാൻ. പ്ലേ ബാക്ക് സിംഗർ ആവാനാണോ? ഇപ്പൊ ഒരു സിനിമയിലൊക്കെ പാടിയില്ലേ?
ഇനി സിനിമയിൽ അവസരമൊക്കെ വിളിച്ചോ? പിന്നെ വന്നോ? അവിടെ പിന്നെ ആരെങ്കിലും വിളിച്ചോ സിനിമ പാടാന്? എന്നെ ആരെങ്കിലും വിളിച്ചോന്നാ? ആ, സിനിമ പാടാൻ ഒരേ ഒരു മന്ത്രോത്സവമുള്ള സിനിമയിൽ പാടി. പിന്നെ ആരും വിളിച്ചില്ലേ? സിനിമയിൽ പാടാനൊന്നും വിളിച്ചില്ല. ഒരുപാട് പ്രോഗ്രാംസിലൊക്കെ ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. ആ, ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ആണോ? ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഒരേ ഒരു പ്രോഗ്രാമിൽ മാത്രം ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. 2025 തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഇനി ഈ വർഷം മുഴുവൻ എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടോ? എന്ത് റെസൊല്യൂഷൻ? നേരത്തെ ഉറങ്ങണം. പാട്ട് ഇനി കുറച്ച് സമയങ്ങളിൽ പ്രാക്ടീസ് ചെയ്യണം. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം. കർണാടക മ്യൂസിക്കിൻ്റെ ക്ലാസ് മടിയില്ലാണ്ട് അറ്റൻഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യത്തിന് മടി പാടില്ല. ഇതൊക്കെ ഞാൻ പാലിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനും അമ്മയും പറയുന്ന അനുസരിക്കണം. അച്ഛനമ്മയും വഴക്കുണ്ടാക്കുമ്പോൾ അതിൽ ഇടപെടണം. അത്രേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചിട്ടെ. ഈ ഇടപെട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം ഇടപെട്ട് എങ്ങനെ സോൾവ് ചെയ്യുന്നേനോ? അത് ഞാൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യും. അത് അച്ഛനമ്മയും ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മേനെ വലിച്ച് ഒരു റൂമിലിടും. ആ റൂമിൽ പൂട്ടി 2 പേരെയും മറ്റേ ആളെ പൂട്ടുമ്പോൾ 2 പേര് തുടങ്ങും. അച്ഛനെ ഒരു റൂമിലിട്ട് പൂട്ടി താക്കോലിടും, മറ്റേ റൂമിൽ ഓരോ താക്കോലിടും. അങ്ങനെ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ പിന്നെ രാവിലെ എണീക്കുമ്പോൾ അതെല്ലാം ശരിയാവും. വെള്ളവും ഫുഡൊക്കെ ഞാൻ എടുത്തു കൊടുക്കും. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അമ്മേനെ മാത്രം വിളിച്ചുകൊണ്ട് പോയി ഉണ്ടാക്കാൻ പറ്റും. അമ്മേനെ മാത്രം വിടും അല്ലേ? ഫുഡ് വേണം അല്ലേ? എന്നിട്ട് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ ഇപ്പൊ എത്ര ദിവസമായി? 12 ദിവസമായി ചെയ്യുന്നുണ്ടോ? മടി കൂടാതെ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. മുന്നത്തെ കാര്യമാണ് ഞാൻ മുടിക്കേണ്ടത്. അച്ഛനെ അമ്മ അനുസരിക്കുന്നുണ്ടോ? അനുസരിക്കുന്നുണ്ട്. നേരത്തെ എഴുന്നേക്കുന്നുണ്ടോ? നേരത്തെ എഴുന്നേക്കുന്നുണ്ട്. നേരത്തെ ഉറങ്ങുന്നുണ്ട് അല്ലേ? അപ്പൊ നല്ല കുട്ടിയായി. അമ്മയോട് അച്ഛനോട് ചോദിക്കും നല്ല കുട്ടി ആയോന്ന്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെ ഈ വർഷം ഫുള്ള് പോണം കേട്ടോ. നല്ല കുട്ടിയായിട്ട് പോണം. അപ്പൊ വിന്നറൊക്കെ ആവണം കേട്ടോ. എവിടെ വിന്നർ ആവണം? ഇപ്പൊ മത്സരിച്ചോണ്ടിരിക്കുന്ന അവിടെ വിജയ് ടിവിയില്, അല്ലെങ്കിൽ എവിടെ പോയാലും വിന്നർ ആവണം. മനസ്സിലായോ? അപ്പൊ വിന്നർ ആയിട്ട് അടുത്ത പ്രാവശ്യം എന്റെ ഇന്റർവ്യൂവിൽ വരണം. മനസ്സിലായോ? മനസ്സിലായി കേട്ടോ. അപ്പൊ വരുവോ? അപ്പോ അതുവരേക്കും വണക്കം അങ്ങനല്ലേ പറയുന്നേ? അത് എങ്ങനെ തമിഴ് പറയുന്നത്? അങ്ങനെ തന്നെയാ. സന്ധിക്കും വരേക്കും നമസ്കാരം എന്നാണോ? സന്ധിക്കും വരേക്കും വണക്കം. പക്ഷെ ഒരു കാര്യം മറന്നുപോയി. എന്ത്? ഒരു പാട്ടോടുകൂടി വൈൻഡപ്പ് ചെയ്യാന്ന് എന്നോട് പറഞ്ഞിരുന്നേ. പാട്ട് പാടിയില്ല. ഏത് പാട്ടാ പാടാൻ പോന്നെ? അനുരാഗ. അനുരാഗമൂലും കിനാവിൽ കിളി പാടുന്നതപരാധമായോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ. എന്തിനാ ചിരിക്കുന്നത്? ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ, ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ലയോ, നിഴലായി നിലാവിൻ മാറിൽ വീഴാൻ വെറുതെ ഒരുങ്ങുമ്പോഴും മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ, ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ, ദേവാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനൊമ്പരം കാണാ മറന്നു പോയോ, മംഗളങ്ങളരുളും മഴനീർ
നീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ. വാ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. വെൽക്കം. ചേച്ചിനോട് ആർക്കോ ക്രഷാന്ന് കേട്ടല്ലോ. ചേച്ചിനോട് ആർക്കോ ക്രഷാന്ന് കേട്ടല്ലോ. ക്രഷോ? ആർക്ക്? ചേച്ചി അച്ഛനോട് പറഞ്ഞിട്ടും അറിയാം. പറ എന്നോട് എന്നോട് ആർക്കും ക്രഷില്ല. ചേച്ചിക്ക് അറിയാം. ആരുടെ കാര്യം ചോദിക്കുന്നേ? ചേച്ചിന്റെ കാര്യം തന്നെ. എന്നോട് ആർക്കോ ക്രഷ് ഉണ്ടെന്നോ? എന്താ മേധക്കുട്ടി കേട്ടത്? പറയണോ? അതെ, ചേച്ചിയോട് ഒരാൾ ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ആളെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ക്രഷ് ഉണ്ടോ, എന്തുകൊണ്ടാ ക്രഷ് ആയത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പേരൂടെ പറയണോ? പ്ലീസ്. ആറാട്ടണ്ണനെ അറിയാവോ? ആണോ? ആ പേര് കേട്ടിട്ടുണ്ടോ?